ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ സ്വയം കണ്ടുപിടിച്ച ഒരു ഐറ്റമാണ്. കപ്പലണ്ടി കുറച്ചിരുന്നപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് കപ്പലണ്ടി മിഠായി നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കഴിക്കാറുള്ള, അപ്പം നമുക്ക് അതിൽ നിന്ന് വെറൈറ്റി ആയിട്ട് മസാല കപ്പലണ്ടി ഒക്കെ നമ്മൾ കഴിക്കാറുണ്ട്. അപ്പം ഞങ്ങൾ ഓർത്തുന്ന ശർക്കര കപ്പലണ്ടി ഉണ്ടാക്കിയാലോ എന്ന് ഓർത്ത് ഞങ്ങൾ ശർക്കര കപ്പലണ്ടി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളെയും കൂടെ കാട്ടിത്തരാം. ഇത് ഞാൻ ഉണ്ടാക്കിയ പേരാട്ടോ, ശർക്കര കപ്പലണ്ടി. അപ്പം നമുക്ക് കപ്പലണ്ടി ഉണ്ടായിരുന്നത് ഞങ്ങൾ ആദ്യം ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുകയാണ്. അപ്പം അത് നന്നായിട്ടൊന്ന് ചൂടാവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം അത് ഏകദേശം കപ്പലണ്ടി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇറക്കി വെച്ചിട്ട് നമുക്കിനി ശർക്കര പാനി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിൽ 1/2 കപ്പ് ശർക്കരയെ ഞാൻ എടുത്തിട്ടുള്ളൂ. 1.5 കപ്പാണ് കപ്പലണ്ടി എടുത്തേക്കണേ. അപ്പം 1/2 കപ്പ് ശർക്കര എടുത്ത് അതിലല്പം വെള്ളം, കുറച്ച് വെള്ളം മതി, ഒരു 3-4 സ്പൂണെന്ന് പറഞ്ഞ പോലെ അത്രയും വെള്ളം മതി. എന്നിട്ട് നമ്മൾ അതിനെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അത് പൊടിയായത് ഞാൻ മേടിച്ചേക്കണം, ശർക്കര പൊടി ആയതുകൊണ്ട് അതിനകത്ത് പ്രത്യേകിച്ച് പൊടിയൊന്നുമില്ല. അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഒരു പാകമായി കഴിയുമ്പോൾ നമ്മൾ ഇനി എന്ത് ചേർക്കണം? ഒരു നുള്ളു ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. ഒരു നുള്ളിട്ടാൽ മതി. അതുകൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് കുറുകി വന്നിട്ടില്ല, നമ്മൾ ഇനിയും കുറച്ചും കൂടി ഒന്നാവാനുണ്ട്. എന്നിട്ട് നമ്മളൊന്ന് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ പാകമായോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ആ വെള്ളത്തിലേക്ക് നമ്മളൊന്ന് ഇറ്റിച്ചു കൊടുക്കണം. അപ്പൊ വെള്ളവുമായിട്ട് ഇത് മിക്സ് ചെയ്യാണ്ട് നൂൽ പരുവത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പാകമായി എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇനി നമുക്കൊന്നും നോക്കാനില്ല, നമുക്ക് ഇതിനകത്തേക്ക് ആ കപ്പലണ്ടി ഇട്ട് കൊടുക്കണം. നമ്മൾ അവിടെ വറുത്ത് വെച്ചിരിക്കുന്ന ആ കപ്പലണ്ടി കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമ്മളത് നന്നായിട്ട് വേഗം ഇളക്കണം. കാരണം കട്ട പിടിക്കാത്ത രീതിയിൽ നമ്മൾ വേഗം നന്നായിട്ട് എല്ലാ ഭാഗവും ശർക്കരയിൽ മൂടത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ അതൊരു പ്ലേറ്റിലേക്കോ പരന്ന പാത്രത്തിലേക്കോ മാറ്റണം. മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അതിനകത്ത് ആ മാറ്റാൻ ഉപയോഗിക്കുന്ന പാത്രത്തിൽ നമ്മൾ അല്പം നെയ്യ് പുരട്ടി കൊടുക്കണം. അല്ലെങ്കിൽ അത് ആ പാത്രത്തിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ ഒരു നെയ്യ് പുരട്ടിയ പ്ലേറ്റിലേക്ക് അവിടെ മാറ്റി ഒന്ന് പരത്തി വെച്ച് കൊടുക്കണം. ഇവിടെ റെഡിയായി നമ്മുടെ ശർക്കര കപ്പലണ്ടി. നല്ല ടേസ്റ്റ് ഉണ്ട്, ഞങ്ങളൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് ശർക്കര കപ്പലണ്ടി.